കൊല്ലം ചിതറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് വധഭീഷണി എന്ന് പരാതി. ചിതറ പഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാലിനിക്കാണ് ഭീഷണി. CPM ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണം. CPM സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാൽ കറുത്ത ഒരു ഇന്നോവ കാറ് വന്ന് വീട്ടിന് മുന്നിൽ നിൽക്കും, നിങ്ങളെ വെട്ടി കൊലപ്പെടുത്തും. TP ചന്ദ്രശേഖരന്റെ കാര്യം അറിയാമല്ലോ. അതുപോലെ നിങ്ങൾ ആ CPMകാരിക്ക് എതിരായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അത് മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. സലീം മാലിക് വിവരങ്ങൾ നൽകും കൊട്ടാരക്കരയിൽ നിന്ന്. സലീമോ, ഈ മാലിന്യ ഭീഷണിപ്പെടുത്തിയത് ഏത് CPM നേതാവാണ്? പോലീസ് പരാതി സ്വീകരിക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? വിജയകുമാർ, ഈ മാലിനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി IMOയിലും അല്ലാതെയും നിരവധി ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഈ മാലിനിക്ക് പരിചയമുള്ളവരെ കൊണ്ടുകൂടി വിളിപ്പിച്ചതിന് ശേഷം ഈ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് CPM പ്രവർത്തകർ അവലംബിക്കുന്നത് എന്നുള്ളതാണ് മാലിനി പറയുന്നത്. വീട്ടിൽ ഇന്നോവ വരും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, മാഷാ അല്ലാ എന്നും ഇന്നോവ എന്നും സെർച്ച് ചെയ്താൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇന്നോവ വീട്ടിൽ വരേണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന ഉപദേശ രൂപേണ ഈ അടുപ്പക്കാരെ കൊണ്ട് പറയിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല IMOയിൽ അതല്ലാതെ ഭീഷണി കോളുകൾ വരുന്നു എന്നും മാലിനിയുടെ ബന്ധുക്കളെ, പല സ്ഥലങ്ങളിലുമുള്ള ബന്ധുക്കളെ കൂടി വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നുമാണ് മാലിനി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അവിടുത്തെ CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിലാണ് മാലിനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. നോമിനേഷൻ നൽകുന്ന ദിവസം ഉൾപ്പെടെ ഭീഷണി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രചരണത്തിൽ സജീവമായതിന് പിന്നാലെ ഈ ഭീഷണി വർദ്ധിച്ചത് എന്നുള്ളതാണ് മാലിനി പറയുന്നത്. ചില ശബ്ദ സന്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നും മാലിനി പറയുന്നു. ഇതെല്ലാം ഉൾപ്പെടെ കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ ചിതറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പോലീസ് ആ കേസ് എടുത്തെങ്കിൽ പോലും ഇതുവരെയും FIR ഇട്ടിട്ടില്ല എന്ന് മാലിനി പരാതിയായി പറയുന്നു. വിജയകുമാർ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.